ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചൊല്ലിനെ അർത്ഥവത്താക്കുന്നതാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന് പുറകിലുള്ള ട്രംപിന്റെ പങ്ക്. തുടക്കം മുതൽ തന്നെ ഇസ്രയേലിന് പുറകിലുള്ള ആയുധങ്ങൾ ട്രംപിൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലുള്ള ട്രംപിന്റെ അഭിനയം ഇനി മതിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അടക്കം എല്ലാ കാര്യങ്ങളും അമേരിക്കയുടെ അറിവോടു കൂടിയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാന് മേൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇസ്രയേലിന് അമേരിക്കയിൽ നിന്നും വൻ തോതിലുള്ള ആയുധ സഹായം ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. അമേരിക്കയിൽ നിന്ന് ലഭിച്ച 300ഓളം ഹെൽഫയർ മിസൈലുകളാണ് ഈ ആക്രമണത്തിൽ ഇസ്രയേലിന് ഏറെ സഹായകരമായി മാറിയത്. അതിവിനാശം വിതയ്ക്കുന്ന മിസൈലുകളാണ് ഇവ. നേരത്തെ തന്നെ ഇസ്രയേൽ $7.4 ബില്യൺ ആയുധ കരാറിൽ അമേരിക്കയുമായി ധാരണയിലായിരുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രയധികം ആയുധങ്ങൾ ഇസ്രയേലിന് ലഭിക്കുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേലിന് പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കിയ അമേരിക്ക കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടിയന്തരമായി ഈ മിസൈലുകൾ എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രയേലിലേക്ക് ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനും ഇതിലൂടെ കഴിഞ്ഞിരുന്നു. ഇറാനിലെ സൈനിക മേധാവികൾക്കും ആണവ സംവിധാനങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണം നടത്താൻ ഇസ്രയേലിന് ഏറ്റവും പ്രയോജനമായത് ഹെൽഫയർ മിസൈലുകളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ലേസർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽഫയർ ഇറാനിൽ വൻ തോതിലുള്ള നാശനഷ്ടമാണ് വരുത്തിവെച്ചത്. ഇസ്രയേൽ യുദ്ധവിമാനങ്ങളിൽ പലതിനും ഈ മിസൈലുകളാണ് കരുതിയിരുന്നത്. ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ വെളിപ്പെടുത്തിയത്. അതേസമയം ഇറാൻ അയച്ച 150ഓളം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തകർത്തതായും അവർ അവകാശപ്പെടുകയുണ്ടായി. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം പ്രതിരോധിക്കുന്നതിന് US-ന്റെ സജീവ സഹായം നെതന്യാഹുവിന് ലഭിച്ചു എന്നാണ് പേര് വെളിപ്പെടുത്താത്ത മുതിർന്ന US ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ പ്രതിരോധ പ്രവർത്തനം നടത്തിയോ എന്നതടക്കം കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഉദ്യോഗസ്ഥൻ നൽകിയിട്ടുമില്ല. അജ്ഞാതനായ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇസ്രയേലിന്റെ നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രിൻസിപ്പൽമാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപ് നടത്തിയ ചർച്ചകളുടെ വിവരങ്ങളോ ചർച്ച എത്ര നേരം നീണ്ടുനിന്നു എന്നതിനെ കുറിച്ചോ ഉദ്യോഗസ്ഥർ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നായിരുന്നു US-ന്റെ വാദമെങ്കിലും അതേസമയം തന്നെ ഇസ്രയേൽ ആക്രമിച്ചതിൽ തനിക്ക് അത്ഭുതമില്ലെന്നും പ്രതീക്ഷിച്ച നടപടിയാണെന്നും ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ നേഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തിയത്. ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിട്ട ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതോടുകൂടി വല്ലാത്ത പ്രതിസന്ധിയിലായ ഇറാൻ ഇനി എന്ത് ചെയ്യുമെന്ന ആകാംക്ഷ ആണിപ്പോൾ ഇന്ന് ലോകം മുഴുവനും ഉള്ളത്. മാത്രമല്ല യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കിനെ കുറിച്ചും ഇറാന് മനസ്സിലായ സ്ഥിതിക്ക് സഹികെട്ട് ഒടുക്കം ആണവായുധങ്ങൾ തന്നെ പ്രയോഗിക്കാൻ ഇറാൻ ശ്രമിക്കുമോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇനി.